നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണ്? ഞാൻ ഇന്ന് രാവിലെ ഒന്നിൻ്റെ അഭിമുഖത്തിൻ്റെ ഒക്കെ തിരക്കില്ല. ഇന്നെന്താണ് യഥാർത്ഥ അപ്ഡേറ്റ്? ഈ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഇന്ന് സൂക്ഷ്മ പരിശോധനയായിരുന്നു. ഇന്നലെ പത്രിക സമർപ്പണം കഴിഞ്ഞു. ഇന്ന് സൂക്ഷ്മ പരിശോധനയായിരുന്നു. ജി സുധാകരൻ്റെ സുധാകരൻ പത്രിക തള്ളിപ്പോയിട്ടുണ്ട്. അപ്പോൾ സുധാകരൻ രക്ഷപ്പെട്ടു. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രികയിൽ പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞ് മാറ്റി വെച്ചു. അതെന്താ 200 കോടിയുടെ വീടുണ്ട്? അതെനിക്ക് മനസ്സിലായി. ബാംഗ്ലൂരിലെ വീട്, ബാംഗ്ലൂർ 200 കോടി രൂപയുടെ വീടുണ്ട്. അത് പത്രികയിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. അത് ആദ്യം പത്രിക മാറ്റി വെച്ചെങ്കിലും പിന്നീട് അത് അംഗീകരിച്ചു. അങ്ങനെ വിചിത്രമായ ആരോപണമാണല്ലോ. അതായത് ഈ ഏതാണ്ട് 56,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ബാംഗ്ലൂർ ഉണ്ടെന്നുണ്ട്. അതെന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ്. അത് ശരിയാണ്. കാരണം അതപ്പം കമ്പനിയുടെ പേരിലാണോ എന്ന് അറിയത്തില്ല. സാങ്കേതികമായി വീടായിട്ടായിരിക്കത്തില്ലായിരിക്കും. കാരണം ഇവർക്കൊക്കെ ഒരുപാട് കമ്പനികളുണ്ടല്ലോ. ഈ കമ്പനികളുടെ പേരിലായിരിക്കും രാജീവ് ചന്ദ്രശേഖർ അവിടെ താമസിക്കുന്ന. ഇനിയും അദ്ദേഹം കൊടുത്ത രേഖകളിൽ ഈ വീടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. കാരണം എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഇപ്പം ചിലപ്പം ട്രസ്റ്റ് ചെയർമാൻ എന്ന് പറയുമ്പോൾ ചിലരുടെ പേര് വെച്ച് എഴുതും. അങ്ങനെ എഴുതും. കമ്പനിയുടെ ഇപ്പം പണ്ട് മൂന്നാറിലെ CPM ഓഫീസ് MM മണിയുടെ പേരിലായിരുന്നു എന്നും പറഞ്ഞ് ഒരു ഇത് വന്നില്ല. അത് അപ്പം ആരാണോ ആ സമയത്ത് ആ ട്രസ്റ്റിൻ്റെ അല്ലെ അതിൻ്റെ ചെയർമാൻ അല്ലെ സെക്രട്ടറി അങ്ങനെയുള്ളവരുടെ പേര് വെച്ച് അത് പ്രശ്നമുള്ള കാര്യമല്ല. ഇല്ല, അതായത് സ്വകാര്യമായി അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശത്തിലുണ്ടെങ്കിൽ മാത്രമേ അതിൽ പ്രശ്നം. അത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കോൺഗ്രസ് അതിൻ്റെ ഒരു കേസ് മുമ്പോട്ട് പോകുന്നുണ്ട്. നിയമപരമായിട്ട് പോകുന്നുണ്ട്. ഇത് ഈ കമ്പനിയുടെ ആണെങ്കിൽ ഇദ്ദേഹമാണ് ഉപയോഗിക്കുന്നെങ്കിൽ പോലും, അതായത് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് കമ്പനി ഒരു സിംഗിൾ ഐഡന്റിറ്റിയാണ്, ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റിയാണ്, ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ്, ഒരു ഇൻഡിവിജ്വലാണ് കമ്പനി. അപ്പം കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിൽ ഉള്ള സ്ഥാപനം അതിൻ്റെ MD ആണ് എന്നതുകൊണ്ട് ഇയാളുടേതല്ല. അപ്പോൾ അത് അങ്ങനെ ആവാം ഒരു പക്ഷേ. സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ആവാനാണ് സാധ്യത. പിന്നെ ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് എല്ലാം വിവാദമാണല്ലോ. എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കി നിലനിൽക്കുക. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു സംഗതി ഇത്രേ ഉള്ളൂ. ഈ അദ്ദേഹം ഏതാണ്ട് 100 കോടി താഴെയാണ് അദ്ദേഹത്തിന്റെ വരുമാനം കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം അത്ര ഇല്ലായിരുന്നില്ല. അല്ല, അത് വ്യക്തിപരമായ വരുമാനമല്ലേ? അല്ല, ഇപ്പൊ പക്ഷെ 100 കോടിയായി. നേരത്തെ 100 കോടി ഉണ്ടായിരുന്നില്ല. വ്യക്തിപരമായ വരുമാനം ഇക്കുറി 100 കോടി കാണിക്കുമ്പോൾ ലാഭം കിട്ടത്തില്ലേ? കമ്പനിയുടെ ലാഭം വ്യക്തിപരമായിട്ട് വരുമാനത്തിലേക്ക് വന്നതാവാം, അങ്ങനെ വരാമല്ലോ. എന്നാലും ഇത്രയും വ്യത്യാസം അങ്ങനെ വന്നാൽ എന്റെ ചോദ്യം 100 കോടി ഉള്ളൂ അദ്ദേഹത്തിന് വരുമാനം. കാരണം അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളാണെന്നാണ് അറിയപ്പെടുന്നത്. ടെക്നിക്കലി ഇദ്ദേഹത്തിന് വരുമാനം ആയിരിക്കത്തില്ല. അത് എനിക്കറിയില്ല അതെങ്ങനെ. അത് കമ്പനിയുടെ കാര്യം നോക്കുമ്പോൾ അദ്ദേഹം കമ്പനിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ സമ്പന്നനായിരിക്കും. വ്യക്തിപരമായിട്ടുള്ള കണക്കിൽ വരുമ്പോൾ കമ്പനിയുടെ കണക്ക് വേറെ, വ്യക്തിപരമായ കണക്ക് വേറെ. എന്നാലും ഇവരൊക്കെ ഉള്ള സ്വത്ത് കാണിക്കത്തില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ട് കേട്ടോ എല്ലാവർക്കും. അത് സ്വാഭാവികമാണ്. ഞാൻ പറയാം, ഇപ്പം എല്ലാവരും നമ്മളെപ്പോലെ ആയിരിക്കണമെന്നില്ലല്ലോ. ഇപ്പം എല്ലാ ആൾക്കാരും അവരുടേതായിട്ടുള്ള കുറച്ച് ഭാഗം എന്തായാലും മറച്ചു പിടിക്കും. പ്രത്യേകിച്ചും പൊതുപ്രവർത്തന രംഗത്തോട്ട് വരുന്ന സമയത്ത് ഇത്രയും വലിയൊരു കോടീശ്വരൻ ഇവിടെ MLA ആകേണ്ട ആ കാര്യം എന്താ എന്ന് ജനം ചിന്തിക്കുക എന്നുള്ളൊരു ഭയം. മാത്യു കുഴനാടൻ്റെ കണക്ക് നോക്കണം. അയാൾ ഉള്ളത് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഒക്കെ അനുസരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എന്തിനാ മറച്ചു വെക്കുന്നത്? 200 കോടിയും കണ്ടാണ് മാത്യു കുഴനാടൻ വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പലരുടെ എത്ര സ്വത്ത് മാത്യു കുഴനാടനില്ല. എന്നാൽ അതാണ് യഥാർത്ഥ വാല്യൂ. പക്ഷെ മാത്യു കുഴൽനാടനെ ഇവർ ഫ്രെയിം ചെയ്ത് വിജിലൻസിനെ എല്ലാം വെച്ച് അയാളെ കള്ളനാക്കി മാറ്റിയില്ല. പക്ഷെ അയാൾക്ക് കഴിവ് നടത്താൻ പറ്റിയിട്ടില്ലല്ലോ, ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ആ കുറച്ച് സമയത്തേലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളത് ഭയങ്കര ഇതല്ലേ. പിന്നെ ഏതാണ് PV അൻവറിനുണ്ടോ അപരന്മാർ? PV അൻവറിന് രണ്ട് അപരന്മാരുണ്ടായിരുന്നു, 2 പേര്. മുഹമ്മദ് റിയാസിന് അപരന്മാരുണ്ട്. പിന്നെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് അപരന്മാരെ കൊണ്ട് ഏറ്റവും കിടിലോൽക്കിടൻ അപരൻ എന്ന് പറയുന്നത് SDP-യുടെ സ്ഥാനാർത്ഥിയാണ്. മറ്റേ മഞ്ചേശ്വരത്ത് MK അഷ്റഫ്. അതിൻ്റെ അകത്ത് M ഇല്ലെന്നേ ഉള്ളൂ. K അഷ്റഫ് എന്ന് പറയുന്ന ആളാണ് SDP-യുടെ സ്ഥാനാർത്ഥി. അതാണ് UDF-ന്റെ ഏറ്റവും ശക്തനായ അപരൻ. അത് വളരെ വളരെ വിചിത്രമായ ഒരു സംഗതി. പിന്നെ CPM-ന്റെ സ്ഥാനാർത്ഥിക്കാണല്ലോ കൊണ്ടുവരുത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു ചർച്ചയായി വരുന്നത് ഡീലാണ്. ഡീല് കറക്റ്റാണ്. ഡീലുള്ളതാണ്. ഡീലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആ ഡീല് പറഞ്ഞ ഒരു മാധ്യമ സ്ഥാപനം ഒരു പക്ഷേ നമ്മളായിരിക്കും ആദ്യം തന്നെ നമ്മളത് പറഞ്ഞു. ചർച്ചയായി വന്നത് ഞാനും ചെയ്തു, പിന്നീട് എല്ലാവരും ചെയ്തു. ഞങ്ങളിപ്പോൾ ഞാനും രാജ്മോഹൻ ചേട്ടനും കൂടെ ഉള്ള ഒരു സംഭാഷണം നമ്മുടെ സ്പെഷ്യലിനകത്താണെങ്കിലും അതിലും ഞങ്ങൾ ഡീലുണ്ട്. പക്ഷേ ഡീലിൻ്റെ പ്രത്യേകത ഇത്രേ ഉള്ളൂ, BJPക്ക് വലിയ ലാഭമുള്ള ഡീലാണ്.
അതെ സാധാരണഗതി ബി ജെ പി സി പി എമ്മിന് ലാഭമുള്ള ഡീലാണ് വെക്കുന്നത്. അതെ 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 ഇക്കുറി ബി ജെ പിക്ക് ലാഭമുള്ള ഡീലാണ് വന്നത്. ബി ജെ പി അവരുടെ ഒരു വളർച്ച കൂടെ അതിനകത്ത് അവരുടെ വളർച്ച ഉറപ്പാക്കി. നമുക്ക് ഈ ഡീലിൽ ബി ജെ പി കുറ്റം പറയാൻ പറ്റത്തില്ല. ബി ജെ പി ഇവിടെ നേട്ടം ഉണ്ടാക്കിയിരിക്കുക. ഡീൽ ഇല്ലാതെ ബി ജെ പിക്ക് കേരളത്തിൽ വളരാൻ പറ്റത്തില്ല. അതാണ് ബി ജെ പി കൃത്യം ഡീലുണ്ടാക്കി ആ ഡീൽ അവർക്ക് ഗുണകരമായ രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നു. അവരുടെ ആ ഡീൽ കൃത്യമായി പോയാൽ ഈ തവണ കൂടെ ഭരണത്തിൽ നിന്ന് UDF ഔട്ടായാൽ ഉറപ്പായും അടുത്ത തവണത്തെ പ്രതിപക്ഷമോ അല്ലെ ഭരണപക്ഷമോ ആയിട്ട് ബി ജെ പിക്ക് മാറും. അല്ല, പക്ഷെ അതിനുവേണ്ടി ബി ജെ പിക്ക് അതിനേക്കാൾ നല്ലത് ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു. വാസ്തവത്തിൽ ഈ ബി ജെ പിക്ക് ഇവിടെ വളരാൻ ഏറ്റവും നല്ലത് UDF അധികാരത്തിൽ വരുന്നതാണ്. അതെ, കാരണം UDFിലേക്ക് വരുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളാണ്. പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ വരും. അപ്പോൾ ഈ വോട്ടുകളും ഇവരുടെ മതമാണ് വലുതെന്നുള്ള ആറ്റിറ്റ്യൂഡും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അകലമുണ്ട്. ആ അകലം ബി ജെ പിക്ക് ഗുണം ചെയ്യുകയും സ്വാഭാവികമായും CPIM എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതായി ബി ജെ പിയെ മാറുകയും ചെയ്യും. തിരിച്ചു വന്നാൽ അത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം, CPM അധികാരത്തിൽ വന്നാൽ പാടാണ് ബി ജെ പിക്ക് വളരാൻ. കാരണം ഈ ഹിന്ദു പാർട്ടിയാണ് CPM. അതെ, അപ്പോൾ ഹിന്ദു പാർട്ടിയായ ബി ജെ പി വളരണമെങ്കിൽ ഹിന്ദു പാർട്ടിയെ CPM ക്ഷയിക്കണം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ആകാശം ഇടിഞ്ഞ് വീണാലും മുസ്ലിം ലീഗിനൊന്നും സംഭവിക്കത്തില്ല. അവർ ശക്തിപ്പെടത്തേ ഉള്ളൂ. അതെ, അവർ ഉള്ളിടത്തോളം കാലം കോൺഗ്രസിനും കോൺഗ്രസ് സേഫാണ്. കാരണം ഈ കോൺഗ്രസും ലീഗും ഒരുമിച്ച് നിൽക്കുന്നിടത്തോളം കാലം അവർ സേഫായിട്ട് നിൽക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന് പിടികിട്ടാന്ന് അറിയില്ല. രാജീവ് ചന്ദ്രശേഖരൻ അറിയാം, അയാൾ ആ രീതിയിൽ രംഗത്തിറങ്ങിയെങ്കിലും. പക്ഷേ ഇപ്പോൾ ഇവർ ഈ ഡീലിൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഡീല് വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കും. ഉദാഹരണത്തിന് മഞ്ചേശ്വരത്ത് ഇപ്പോൾ ഡീല് കണ്ടല്ലോ, എല്ലായിടത്തും. ഞാൻ പറഞ്ഞപ്പം ഏറ്റുമാനൂർ അവർ CPMന് സഹായം ചെയ്തു, വാസവൻ. പക്ഷേ അതനുസരിച്ചുള്ള സപ്പോർട്ട് ഇവിടെ പലയിടത്തും കിട്ടിയത് വരാം. അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം പാലക്കാട്, അതുപോലെ ഈ തിരുവനന്തപുരം ജില്ലയിലോട്ട് വന്നാൽ ഇപ്പം നേമത്ത് ശിവൻകുട്ടി തോറ്റാലും രാജീവ് ചന്ദ്രശേഖർ ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ഡീൽ കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ ബി ജെ പിക്ക് 10 സീറ്റ് വരെ പിടിക്കാം. 4 സീറ്റ് ഗ്യാരണ്ടി ഇപ്പോഴും പറയുന്നുണ്ട്. ഈ 10 സീറ്റ് വരെ ബി ജെ പിക്ക് പിടിക്കാൻ ഡീൽ. 10 സീറ്റ് കിട്ടിയാൽ ബാക്കി കാര്യം പിന്നീടുള്ള കാര്യം നോക്കിക്കോളും. കാരണം ഒന്ന് തുറന്നു കിട്ടിയാൽ മതി. ഇപ്പം നമുക്കറിയാം, പാർലമെന്റിലേക്ക് നോക്കി ഇരുന്ന് അവർ ഒരു വിധത്തിൽ അത് ഒപ്പിച്ചു. പിന്നെ ഇത്രേ ഉള്ളൂ വിശാഖൻ, CPMുമായി ഡീല് നടത്തിയാണെങ്കിൽ ബി ജെ പി 10 സീറ്റ് ഒപ്പിക്കുകയും എന്നിട്ട് CPM അധികാരത്തിൽ വരാതിരിക്കുകയും ചെയ്ത് ബി ജെ പിക്ക് ഗുണമാണ്. ഡീല് നടത്തി അവർ 10 സീറ്റ് ഒപ്പിക്കുന്നു, CPM അധികാരത്തിൽ വരാതിരിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ പിന്നെ എളുപ്പമായി. അപ്പോൾ അന്നേരം ഡീലെന്നുള്ള വേരുദോഷം അങ്ങ് മാറി. അത് മാറി. പിന്നെ മാത്രമല്ല, അപ്പോൾ ഈ കോൺഗ്രസിന് ഒരു പേടി വരും. ഇപ്പോഴത്തെ ഈ ചാട്ടങ്ങളൊക്കെ, ഇപ്പോഴത്തെ ഈ കാലുമാറ്റങ്ങളും ഈ പാർട്ടി മാറ്റങ്ങളും ഒക്കെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ളത് മാത്രമാണ്. ഇത് ഇലക്ഷന് ശേഷം എത്ര പേര് ഈ പാർട്ടിയിൽ T20 നിൽക്കുമെന്നൊന്നും നമുക്കറിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പെരുമ്പാവൂർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച എന്തോ നടിയുടെ പേര്? മറ്റേ കൃഷ്ണപ്രിയ അല്ല. അതെ, കൃഷ്ണപ്രിയ അല്ല, വേറെ പേര്. ഏറ്റുമാനൂർ വീണ നായരെയും. കൃഷ്ണപ്രിയ അല്ല. അതെ, പത്മപ്രിയ. അല്ല, കൃഷ്ണപ്രിയ എന്നാണ്. കൃഷ്ണപ്രിയ പത്മപ്രിയ വേറെ. പത്മപ്രിയ അന്യഭാഷ. പത്മപ്രിയ അല്ല, എനിക്കറിയാവുന്ന നടിയായത് പ്രിയങ്ക. അല്ല, കൃഷ്ണപ്രിയ അല്ല. ഏറ്റുമാനൂർ നടിയായിരിക്കുന്ന നടിയുണ്ട്, എനിക്കറിയാവുന്ന നടിയാ. പേര് ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. ഞാനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുള്ളതാണ്. കൃഷ്ണപ്രിയ അല്ല, പത്മപ്രിയ അല്ല, ഒരു നടി എന്താണേലും ലക്ഷ്മിപ്രിയ. കൃഷ്ണപ്രിയ എന്ന് പറയുന്നത് വേറൊരു നടി. അതാണ് ഞാൻ പറഞ്ഞത്, ലക്ഷ്മിപ്രിയ. അപ്പൊ ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന നടി നേരത്തെ തന്നെ BJP ലൈനുള്ള നടിയാണ്. അവര് ശരിക്കും മുസ്ലിം, അതറിയത്തില്ലേ? പിന്നെ മതം മാറിയതാണ്. അവര് ഹിന്ദുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറിയ. അപ്പൊ ഇവര് നേരത്തെ തന്നെ BJP അനുകൂല നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള. അതെ, നേരത്തെ ഉള്ളത്. അടിസ്ഥാനപരമായി ഒരു BJP-കാരിയാണ്. അത് എന്തോ വിഷയമൊക്കെ വന്നപ്പോൾ അവർ രംഗത്ത് വന്നാൽ ശക്തമായിട്ട് ശബരിമല വിഷയത്തിലാണ്. അല്ല, എനിക്കറിയാം. അതെ. അപ്പൊ ഈ നടി 2020 സ്ഥാനാർത്ഥി. അപ്പൊ അതിനർത്ഥം 2020 BJP തമ്മിൽ കാര്യം വ്യത്യാസമൊന്നുമില്ല എന്നുള്ളത്. ഇല്ല, അല്ല, അത് ഷെൽ കമ്പനിയാണല്ലോ. നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. BJP-യുടെ ഷെൽ കമ്പനിയാണ് 2020. അപ്പോൾ ഈ ഷെൽ കമ്പനിയിലൂടെയാണ് BJP-യോട് അസ്പൃശ്യതയുള്ളവരെ കൊണ്ടുവരാൻ പറ്റിയ. ഇപ്പോൾ ഇനി ഒരു മുസ്ലിം വേണമെങ്കിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് അതിലൂടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ ഇറക്കിയത് 2020 ആണ്. അല്ല, ഇതിന്റെ അകത്ത് മമതാ ബാനർജിയുടെ പാർട്ടി പോലും ഈ NDA-യുടെ ഭാഗമായിരുന്നു കുറേ കാലത്ത്. അതെ, അതിനകത്തൊരു കാര്യമൊന്നുമില്ല, NDA-യുടെ ഇതുള്ളൂ. മാത്യു ടി തോമസിന്റെ പാർട്ടിയൊക്കെ പിന്നെ കേരളത്തിന് വെളിയിൽ NDA-യുടെ ഭാഗമാണ്. അതിനകത്ത് കഥയൊന്നുമില്ല. അത് ഇവിടുത്തെ ഒരു പ്രത്യേക. അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായ ഒരു അജണ്ടയാണ്.
അജണ്ടയിൽ എന്തായാലും BJP യെ ഞാൻ കുറ്റം പറയത്തില്ല. കാരണം BJP അത് വളരെ ലാഭക്കച്ചവടമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ആ ലാഭക്കച്ചവടത്തിൽ BJP നേട്ടം കൊയ്യുക തന്നെ ചെയ്യും. അതാണല്ലോ പൊളിറ്റിക്സ്. അല്ല, ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് പുറത്ത് നമ്മൾ വരുമ്പോഴേ ഈ വോട്ട് വിഹിതം കണക്കാക്കുമ്പോൾ നമുക്ക് ഒരു മണ്ഡലത്തിൽ പിന്നീട് നമുക്കിത് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാതെ പോകും. ഇപ്പോഴത്തെ ഈ താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഒരു പക്ഷേ ഇപ്പോൾ ശബരിമല വിഷയം ഉണ്ടായപ്പം പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ BJPയുടെ വോട്ട് വിഹിതം കുതിച്ചുയർന്നു. പക്ഷേ ആ ഒരു വിഷയം കഴിഞ്ഞ് കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് അത് നേരെ കുത്തനെ താഴോട്ട്. അപ്പോൾ അടിസ്ഥാന വോട്ടുകൾ നമുക്ക് കണക്കാക്കാം. നമുക്കിപ്പോൾ അറിയാം കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ട് എത്ര ഉണ്ടെന്നുള്ളത് നമുക്കറിയാം, CPM-ൻ്റെ അറിയാം. നമുക്ക് അറിയേണ്ടത് BJPയുടെ വളർച്ചയാണ്. അങ്ങനെ ഒരു വളർച്ച ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അത് ഞാൻ ചോദിക്കുക 5% നിന്ന് ഒരു 19% വന്നിരുന്നു BJP. അത് ഇനിയും കൂടാം. ഇത്തവണ ഞാൻ കരുതുന്ന ഒരു 24-25% BJP വളരുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അടുത്ത ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഒരു 30-ന് മേളിൽ പോകുമ്പോഴത്തേക്ക് ഇവിടെ പകുതി സീറ്റ് പിടിക്കത്തക്ക ഒരു സാഹചര്യത്തിലേക്ക് വരും. കാരണം ആ വോട്ടിംഗ് ശതമാനത്തിൽ സ്പ്ലിറ്റ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ അടുത്തു എന്നുള്ളതൊരു വലിയ പ്രത്യേകിച്ച് അതിൻ്റെ ഇടയിൽ പക്ഷേ ഇന്ന് അഘോരി ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് ഭയങ്കര തിരിച്ചടിയാവും ആ അഘോരിയെ കൊണ്ടുവരും. എന്തിനാണ് അങ്ങനത്തെ ഈ കേരളത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയം മതരാഷ്ട്രീയം ഇല്ലല്ലോ. ഇല്ല, അഘോരി സങ്കല്പത്തെ ഒരു ഭയത്തോടെ ഇവിടുത്തെ ക്രിസ്ത്യൻസും മുസ്ലിംസും കാണത്തുള്ളൂ. അത് എന്തിനു പറയുന്നു, ഹിന്ദുക്കളുടെ ഇടയിൽ പോലും അത് എതിർപ്പാണ്. ഹിന്ദുക്കൾക്ക് പോലും നമ്മളിപ്പോൾ പറയുന്നത് മഹാകുംഭമേള നടക്കുന്നു, തുണി ഉടുക്കാതെ വരുന്ന സന്യാസിമാരുണ്ട്. നമ്മുടെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അതിനോട് എതിർപ്പാണ്, ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് പോലും. പക്ഷെ നമ്മളത് എന്താ BJPയുടെ ഒരു സ്റ്റൈലിൻ്റെ പേരിൽ അവരെ പോയി തൊട്ട് തൊഴുന്നതൊക്കെ കണ്ടു കഴിയുമ്പം ഇവിടെ ഉള്ളവർക്ക് ഇവന്മാർ ജയിച്ചാൽ ഇത്തരം ആൾക്കാരെ ഇവിടെ മുഴുവൻ വ്യാപിപ്പിച്ചെങ്കിലോ എന്നൊരു ഭീതി വരാനുള്ള സാധ്യതയും. നമുക്ക് നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് കടക്കാം. പിണറായി വിജയന്റെ ഈ ധാർഷ്ട്യത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടി, നീലക്കുറുക്കൻ പുട്ടിയിളകിയ നമ്മുടെ ഇന്നത്തെ തമ്പാണ്. ഗംഭീര സംഭവമായിരുന്നു അത്. കാരണം പുട്ടി അടിച്ച് അതിന് മേളിലാണ് ഈ നീല അടിച്ചത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഈ പിണറായി വിജയൻ എനിക്ക് വളരെ സങ്കടമുള്ള കുറേ കാര്യമുണ്ട്. അതായത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ഒരു മഹാ അഹങ്കാരിയും ധാർഷ്ട്യക്കാരനും സ്വജനപക്ഷപാതിയും മറ്റുള്ളവരുടെ ഒരു ബഹുമാനമില്ലാത്ത ആളാണെന്ന് ഒരുപാട് എവിഡൻസ് ഉണ്ട്. അത് ഇഷ്ടം പോലെ അങ്ങേരുടെ ഒരു നിഘണ്ടു ഇറക്കാം. പിണറായി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ഇറക്കാം. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ തന്നെ, അതായത് നമ്മൾ ഈ പറയുന്ന നികൃഷ്ടജീവിയും ചെറ്റത്തരവും ഒക്കച്ചെങ്ങായും അതൊക്കെ അവിടെ അത് ഒരു വശത്ത് നിൽക്കുന്നു. അത് പിന്നെ ഒരു പരിധി വരെ നാടൻ ഭാഷ, നമ്മുടെ എന്താണ് മണിയൊക്കെ പറയാനുള്ള ഗ്രാമീണ ഭാഷ. അത് പക്ഷേ ഒരു കാര്യം കൂടെ, ഈ ഭാഷയുടെ ഏകീകരണത്തിൽ തെക്ക് വടക്ക് കേരളത്തിലെ ഭാഷയുടെ ഏകീകരണത്തിൽ അദ്ദേഹം ഒരു പങ്ക് വഹിച്ചു. അല്ല അതൊക്കെ ഓക്കെ, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അല്ലാതെ മുഖത്തുണ്ട് ധാർഷ്ട്യം, തട്ടിത്തെറിപ്പിക്കുന്നൊരു ധാർഷ്ട്യം. എനിക്ക് പിണറായി വിജയനുള്ള ഏറ്റവും വലിയ വിദ്വേഷം എന്ന് പറയുന്നത് ഈ ധാർഷ്ട്യം. കാരണം ഒരു പൊതുപ്രവർത്തകൻ എപ്പോഴും എളിമയുള്ള ആളായിരിക്കണം. അവൻ ഏതു തരം സാഹചര്യത്തിലൂടെയും കടന്നു പോകാം. ഈ സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ അത് വിനയത്തോടെ എളിമയോടെ സ്വീകരിക്കാൻ പറ്റുന്നിടത്ത് മാത്രമേ ഒരാൾ പൊതുപ്രവർത്തനാകത്തുള്ളൂ. ഇത് അടിസ്ഥാന സ്വഭാവം, അതാ മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ്. അത് ഇപ്പൊ 81-ാം വയസ്സിൽ മാറ്റിക്കാനാണ് ഈ PR ഏജൻസികൾ ശ്രമിച്ചത്. അപ്പൊ നമുക്കറിയാം ഇത് ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്ത് കുറച്ച് സാധനം വാരി തേച്ച് വെച്ചാൽ ഒന്ന് അനങ്ങുമ്പോൾ ഇത് ഇളകി. നമുക്ക് അടിസ്ഥാനപരമായ ഒരു സ്വഭാവമുണ്ട്. എത്ര മറച്ചെന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായ സ്വഭാവം നമുക്ക് പുറത്ത്. PC ജോർജ് കഴിഞ്ഞ ദിവസം ആരണ്ട ഓടിക്കുന്നുണ്ടല്ലോ, അതാണ് ജോർജ് മാപ്പൊക്കെ പറഞ്ഞ ഒരുവിധം സെറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഇയാൾ അന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ. ചോദ്യം കൊണ്ട് വന്നിരിക്കും. അല്ല, അത് ജോർജിന്റെ സ്വഭാവമാണ്. ഇനി ജോർജ് അങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് ജോർജിയോട് വിരോധം തോന്നത്തില്ല. തമാശയായിട്ടാ തോന്നി. ഈ ചോദ്യം ചോദിച്ച ചെറുക്കനാണെങ്കിൽ പോലും അദ്ദേഹം ഈ റിപ്പോർട്ടറെ അയാളാണെങ്കിൽ പോലും പിന്നെ ഒരു ആദ്യമായിട്ട് ഈ ജോർജിന്റെ അടുത്ത് ഇരുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ആ സമയത്തൊന്നും പതറി. പക്ഷെ ഈ പയ്യനെ ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. കാരണം ഉള്ളി സീരിയസ് ആയിട്ടാ പറയുന്നത്, പക്ഷെ ഇവർക്ക് ഇത് തമാശ. ഇനി വെള്ളാപ്പള്ളി നടേശൻ വർക്കല വെച്ച് ഈ നാക്ക് ചാടിച്ചോണ്ട് അടിക്കാൻ വന്നൊരു കൈ തട്ടി അപ്പം അതിൻ്റെ പാട്ട്. അപ്പം ഇവരുടെയൊക്കെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ അധികാരത്തിൻ്റെ കസേരയിൽ അമർന്നിരുന്ന് ഈ പിണിയാളുകളെ കൊണ്ട് സ്തുതിഗീതങ്ങൾ പാടിച്ച് ഇവരൊക്കെ അങ്ങ് അറമാദിക്കുക എന്ന് പറയുന്നില്ല, അറമാദിക്കുന്ന ചോദ്യം ചെയ്യപ്പെടാൻ ഇവർ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള ചോദ്യം അവർക്ക് അത് ഈ ഇന്റർവ്യൂകൾ മൊത്തം PR അതായത് നേരത്തെ ചോദിക്കും. ഈ അഭിമുഖം താല്പര്യമുള്ളവർ കണ്ടെത്തും.
ഈ താല്പര്യമുള്ളവരെ കണ്ടെത്തി കഴിഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് പറയും ഇന്ന ചോദ്യങ്ങൾ ചോദിക്കാവും. അത്രേ ഉള്ളൂ. ഇപ്പൊ പിണറായി പണ്ട് പത്രസമ്മേളനം നടത്തുമായിരുന്നല്ലോ സ്ഥിരമായിട്ട്. അതെ, 5:50 വരെ പുള്ളി സംസാരിക്കും. അവസാനം ആ സമയത്ത് ചോദ്യം ചോദിക്കാനായിട്ട് മാത്രം പിണറായി കൈരളി മാത്രമല്ല ഈ എല്ലാ ചാനലിലും ഉണ്ടല്ലോ, എല്ലാ ചാനലും ഫ്രാക്ഷൻ ഉണ്ട്, CPM ഫ്രാക്ഷനെ കൊണ്ടിറക്കിയിട്ട് അവർക്ക് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളായിരുന്നു. അതെ. അപ്പം ഇത്തരത്തിൽ ചോദിക്കുന്നവരെ മാത്രമേ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഉദാഹരണത്തിന് കടക്കൂപുറത്തെ എന്ന കാര്യം പുള്ളിക്കെതിരെയുള്ള ഒരു നെഗറ്റീവ് സാധനമാണെന്ന് അറിഞ്ഞ കാരണം അത് തിരുത്താൻ വേണ്ടി PR ഏജൻസി കണ്ടെത്തിയതാണ് കേറിവാട മക്കളെ എന്നുള്ളത്. അതെ. ഈ കേറിവാട മക്കളെ എന്നുള്ള സാധനം പറയിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന സുജിത് ഭക്തനോട് പറയുകയാണ് നേരത്തെ തന്നെ, ഇങ്ങനെ പറയാം, നിങ്ങൾ കടക്കൂപുറത്ത് ചോദിക്കണമെന്ന്. അപ്പോൾ കടക്കുപുറത്തും ചോദിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം കേറിവാട മക്കളെ, എന്നിട്ട് ഇത് ഭയങ്കര സംഭവമായി അത് പ്രൊമോയാക്കി ഇത് പ്രൊമോയാക്കിയിട്ട് ഇത് 10 സെക്കൻഡ് വീഡിയോ ആക്കി നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. അപ്പോൾ ഒരു ചിരിയുണ്ട് പിണറായിയുടെ. ആ ചിരിക്ക് ആണ് കൃത്രിമത്വം. അതെ അതെ, ഇങ്ങേര് കൃത്യമായിട്ട് ചിരിക്കുന്ന ചിരി നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെ കൃത്യമായി ചിരിക്കത്തില്ല, ഇല്ല, ഇങ്ങനെ ദേഷ്യപ്പെടത്തേ ഉള്ളൂ അടിസ്ഥാനപരമായി. പത്രസമ്മേളനത്തിൽ പുള്ളി ചിരിക്കും എപ്പോഴാണ് ഉത്തരം മുട്ടുന്ന ചോദ്യം വരുമ്പോൾ പുള്ളിയിലെ ഒരു ചിരിയിരിക്കും. ചില സിനിമയിലൊക്കെ കഥാപാത്രങ്ങൾ ചിരിക്കുന്ന പോലെ ആ ഒരു ചിരിയിൽ പുള്ളി എല്ലാം മറയ്ക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇപ്പോഴും ഞാനൊരു കാര്യം പറയാം, എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇന്നലെ വലിയ ഇദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം വീണ്ടും രംഗത്ത് വന്നു. ഓർക്കണം, ആദ്യം ഇദ്ദേഹം മോഹൻലാലിനെ രംഗത്തിറക്കിയിട്ട് മുഖം നിൽക്കാൻ ശ്രമിച്ചു. അത് കറക്റ്റ് ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു. നമ്മുടെ വീണ ജോർജിന്റെ കഴുത്തോടുകൂടി അത് പൊളിഞ്ഞു പോയി. കാരണം അന്ന് പിന്നെ അതായി ചർച്ച. സത്യത്തിൽ ഈ അഭിമുഖം അവരേതാണ്ട് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്, ഏതാണ്ട് എത്രയോ 11 ലക്ഷം രൂപ മുടക്കി. 11 ലക്ഷം രൂപ ഷൂട്ടിങ്ങിന് മാത്രമാണ്. ഇനി കൊടുത്ത ചാനലുകൾക്കെല്ലാം വരെ പൈസ, ചാനൽ റേറ്റ് മോഹൻലാലിന് പൈസ കൊടുക്കണം, മോഹൻലാലിന്റെ പൈസ വന്നിട്ടില്ലോ, മോഹൻലാലിന്റെ TAD എല്ലാം വരും. ഇതിപ്പോ പറഞ്ഞ ആ ഷൂട്ടിങ്ങിന്റെ ചെലവ് മാത്രമേ വേണ്ടുള്ളൂ. ഇതൊന്നും ഇവരല്ല കൊടുക്കേണ്ടത്, അടുത്ത സർക്കാരാ. ഈ നമ്മുടെ പൈസയാണ്, നമ്മുടെ പൈസ ഇപ്പൊ തന്നെ അടുത്ത സർക്കാരാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ ഈ പൈസ മുടക്കി അതെടുത്തപ്പോൾ അവർ കരുതിയിരുന്നത് പിന്നെ ഒരാഴ്ച ഈ അഭിമുഖത്തിന്റെ സൈഡ് പിടിക്കാമെന്ന് കരുതിയിരുന്നു. അതായത് ഈ അഭിമുഖമായിട്ട് ബന്ധപ്പെട്ട പിണറായി അതിനുള്ള എല്ലാ സംവിധാനം ഒരുക്കിയപ്പോഴാണ് കറക്റ്റ് വീണയുടെ കഴുത്തുളുക്കുന്നത്. വീണയുടെ കഴുത്തുളുക്കി അത് ചീറ്റിപ്പോയി. മോഹൻലാൽ ഇന്റർവ്യൂ പിന്നീട് ആരും കാണാതെ ഞെട്ടിപ്പോയെന്നാ. ഇത് അസൽ പ്രാഞ്ചിയേട്ടൻ ഇന്റർവ്യൂ ആയിരുന്നു. കാരണം ഓരോന്നും അദ്ദേഹത്തിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കുറെ കഥകളും, സന്യാസി എന്നൊക്കെയാ പറഞ്ഞത്. അതുപോലെ അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരൻ കള്ളു കുടിച്ച് മരിച്ചുപോയി. അതൊക്കെ കണ്ടപ്പോൾ ചിരിച്ചുപോയി സത്യം പറഞ്ഞാൽ. ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന TP ചന്ദ്രശേഖരനെ കൊല്ലതിന് ചുക്കാൻ പിടിക്കുകയും അയാൾ മരിച്ചതിന് ശേഷം കുലംകുത്തിയാണെന്ന് പറയുകയും ഒക്കെ ചെയ്തതൊന്നും ഒരു വിഷമം. കൂട്ടുകാരൻ അയാൾ ഭയങ്കര പണക്കാരനായിരുന്നു. അപ്പൊ അതിനകത്തൊന്നും നമ്മൾ ഇങ്ങനെയൊക്കെ പണ്ട് തൊട്ടേ പണക്കാരോട് മാത്രമേ ആദ്യം വന്ന കോമന്റ് ഇതാണ്. അല്ല, അത് പൊളിഞ്ഞു പോയപ്പോഴാണ് രണ്ടാമത് നിരത്തിപ്പിടിച്ച് അഭിമുഖം കൊടുക്കാൻ പോയി. ഈ അഭിമുഖം കൊടുത്ത് ഈ പറയുന്ന കേറിവാട മക്കളെ എന്നുള്ള സാധനം ക്ലൈമാക്സിൽ എത്തിച്ച് ഇദ്ദേഹത്തെ വീണ്ടും ഇങ്ങനെ ഒരു മുത്താരമാക്കി രംഗത്തിറക്കുമ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒറിജിനൽ സ്വഭാവം പുറത്തു വന്നത്. ഇന്നലെ പത്തനംതിട്ടയിൽ 2 രസകരമായ സംഭവം, 2 എക്സ്ട്രീമാണ് ശരിക്കും പറഞ്ഞത്. രാവിലെ പുള്ളി ഒരു തിരുവല്ല ഹോട്ടൽ എലൈറ്റിൽ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ഒരാളൊരു കുഞ്ഞിനെ എടുത്ത് അവിടെ നിൽക്കും. അദ്ദേഹം ഉടനെ പോയി ഈ കുട്ടിയെ കളിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പിണറായി ചിരിക്കുന്നു, ആ കുട്ടിയുടെ കൈ പിടിക്കുന്നു. അതൊക്കെ സെറ്റ് ചെയ്തായിരിക്കും. അതെ, സെറ്റ് ചെയ്താ. ഈ കുട്ടി യാദർച്ഛികം എന്നോണം ചെയ്യുക. അപ്പോൾ നമ്മൾ ചോദിച്ചാ ഈ പുള്ളി അങ്ങ് മാറിയല്ലോ, ഭയങ്കര രസമാണ്. വൈകുന്നേരം ആയപ്പോൾ ആ കിടക്കും ഒറിജിനൽ. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ അയ്യപ്പനോട് കളിച്ചവർക്കൊക്കെ പണി കിട്ടുന്നു. അവർ എത്ര പുട്ടിയിട്ടാലും അവരുടെ ഒറിജിനൽ സ്വഭാവം പുറത്തു വരും. ഇന്നലെ അദ്ദേഹത്തിന് പറ്റിയൊരു പ്രശ്നമുണ്ട്. ശരിക്കും കുറച്ച് സമയത്തേക്ക് അങ്ങനെ കിളി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നിൽക്കുന്ന ജനസംഖ്യ മുഴുവൻ CPMകാരാണ്. ആ CPMകാർക്കിടയിൽ നിന്ന് ഒരു കാരണവശാലും ഒരു എതിർ ശബ്ദം ഉയരത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം പെരുമാറേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഈ ചോദ്യം വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് പുള്ളിയിലെ അസഹിഷ്ണു ഉണരുകയും പുള്ളി പെട്ടെന്ന് അത് പ്രസംഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുള്ളി ഇത് സ്വാഭാവികമായി അതാണ് അതിനകത്ത് ഏറ്റവും രസം. ഒന്നും സംഭവിക്കാത്ത പോലെ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ബാക്കി അങ്ങ് പ്രസംഗിക്കുക. എന്നിട്ട് കുറേ പേര് വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ പ്രസംഗത്തിനിടയിൽ എങ്ങനെ കയറാമോ എന്ന് ചോദിക്കുക. അപ്പം ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, അപ്പോൾ അദ്ദേഹം പ്രസംഗം കാണാതെ പഠിച്ചുകൊണ്ട് വന്നതായിരിക്കും. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരാൾ കയറി ചോദിക്കുമ്പോൾ മുറിഞ്ഞു പോയാൽ പിന്നെ ബാക്കി മറന്നു പോയെങ്കിൽ. അല്ല, ഇതുപോലൊരു സാഹചര്യം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു. അത് കണ്ടു, അത് വീഡിയോ ഈ എങ്ങനെയാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്തത്? കൈകാര്യം ചെയ്ത് മാത്രമല്ല, അദ്ദേഹം എന്ത് ചിരിച്ചോണ്ട് അടുത്തിരിക്കുന്നവർ മുഴുവൻ കേട്ട് അതിനെ ആഹ്ലാദിച്ച്
അപ്പോഴും വേറൊരു രസമുണ്ട്, പുള്ളിയെ ചുറ്റി വളഞ്ഞ് കോൺഗ്രസ്സുകാർ നീക്കി ഈ പടം വരാനായിട്ട്. പുള്ളി ഈ പ്രസംഗപീഠത്തിൽ ഇങ്ങനെ വളരെ ഇതായിട്ട് നീക്കി. അതിനിടയ്ക്കാണ് ഇവിടെ ഇടുക്കിയിൽ ഏതോ ഒരു സ്ഥലത്ത് തടിയമ്പാടോ എങ്ങനെയുണ്ട് പറഞ്ഞൊരു സ്ഥലത്ത് ബിവറേജ് നിർത്തല്ലേ എന്നാണ് വിളിച്ചു പറയുന്നത്. അപ്പോൾ ഈ സർക്കാർ 10% ബിവറേജുകളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇല്ല, ഇവരുടെ മദ്യനിരോധന നയം പോലല്ല. UDF സർക്കാർ ബാറുകൾ പൂട്ടിയല്ലോ, പൂട്ടിയിട്ട് ഈ ബിവറേജിന്റെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അയ്യോ ഇവിടുത്തെ നിർത്തല്ലേ എന്ന് ആ മനുഷ്യൻ ജനുവിനായിട്ട് ആവശ്യപ്പെട്ടു. ഇത് കേട്ടപ്പം ഇത് പിണറായിയോടായിരുന്നെങ്കിലും അവന്റെ അവസ്ഥ. ഈ കോട്ടയത്തെ കണ്ടതുപോലെ ആരാണെന്ന് പണ്ട് ചോദ്യം ചോദിച്ചിട്ട് പണ്ട് പൊക്കിക്കൊണ്ട് പോയായിരുന്നു, ഓർമ്മ എടുത്തിട്ട് അടിച്ചായിരുന്നു. പിണറായിയോട് ചോദ്യം ചോദിച്ചിട്ട് ആരോ പാർട്ടി സമ്മേളനം അയാളെന്തോ ഇതുപോലെ മദ്യവെച്ചിട്ട് കണ്ടു അയാളെ എന്താ എടുത്തിട്ട് കൈകാര്യം ചെയ്തു കൊണ്ടുപോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി എല്ലാ കാര്യങ്ങളിലും മാതൃകയായി മുമ്പിലുണ്ട്. ഉമ്മൻചാണ്ടി മാതൃകയായിട്ട് മുമ്പിൽ നിന്നിട്ട് പിണറായിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനൊരു ക്രൈസിസിൽ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ചിരിച്ച് തമാശയായിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ ആൾക്കൂട്ടം ഞാൻ പോയിട്ടുണ്ട്. പുള്ളിയുടെ കസേര ആദ്യമായിട്ട് പി.ടി. ചാക്കോ ഇല്ലേ, നമ്മുടെ ഉമ്മൻചാണ്ടി സെക്രട്ടറി, ഞാൻ ദീപിക വർക്ക് ചെയ്യുമ്പോൾ സീനിയർ ആയിരുന്നു പി.ടി. ചാക്കോ. അപ്പം അന്ന് പി.ടി. ചാക്കോ മാത്രമേ ഉള്ളൂ PR. ഇന്നിപ്പോ ഒരു മറ്റേ അഡീഷണൽ പ്രൈവറ്റ് സർക്കാർ ജീവനക്കാരനാണല്ലോ, അത് സർക്കാർ ഉദ്യോഗസ്ഥൻ, ഡെപ്യൂട്ടേഷനില്ല. അന്ന് ഡെപ്യൂട്ടേഷൻ അദ്ദേഹത്തിന് ശമ്പളം 30,000 രൂപ കൊടുക്കും. കാരണം വെച്ചാൽ അദ്ദേഹം വെറും ഒരു അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ ആയിരുന്നു. ആ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ ശമ്പളമേ ഉള്ളൂ. പിന്നെ ഉള്ളതെല്ലാം 1-2 ചെറിയ ആൾക്കാരാണ്. അതേസമയം ഇവിടെ എങ്ങനെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള 3-4 പേര് സഹിതം അവിടെ മുഴുവനിരിക്കുക. അപ്പം ഞാൻ ഒരിക്കൽ പി.ടി. ചാക്കോയുടെ അടുത്ത് മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ചെയ്തത്. അപ്പം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല. നമ്മൾ ഈ മുഖ്യമന്ത്രി കാണാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് അകത്തോട്ട് കയറ്റുമ്പം ഈ മുഖ്യമന്ത്രി ഓഫീസ് നിറച്ച ആള്. അപ്പം നമ്മൾ നോക്കുന്ന മുഖ്യമന്ത്രി കസേരയിൽ ആരുമില്ല. എന്താ കാര്യം, ഈ ആൾക്കൂട്ടത്തിൽ നിൽക്കുക, പുള്ളി കസേരയിരുന്ന് നല്ല പേപ്പർ നോക്കുന്നത്, പുള്ളി ഇതിനിടയ്ക്ക് നിൽക്കുക. പുള്ളി അത് ആൾക്കാർ നിറച്ച് മുഖ്യമന്ത്രി ഓഫീസ്, പുള്ളി നിന്നുകൊണ്ടാണ് ആളുകളെ കേൾക്കുന്നത്. അപ്പം ഞാനിങ്ങനെ എന്നോട് ചാക്കോ അടുപ്പിച്ച് നിർത്തി. അപ്പോൾ പുള്ളി ഓരോരുത്തരെയും കേൾക്കും. ഓരോരുത്തരും കേട്ടിട്ട് സാധനം വായിച്ചിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കും. ഇതിൻ്റെ ഇടയിലാണ് എൻ്റെ എടുത്ത് ചാക്കോയോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ പ്രശ്നം വെച്ചാൽ എൻ്റെ വൈഫ് കേരള സ്പോർട്സ് കൗൺസിലേക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ഡെപ്യൂട്ടേഷൻ അപേക്ഷിച്ചിരുന്നു. അപ്പോൾ അനുവദിച്ചു, അവിടുന്ന് അവളുടെ ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചു. ഇവിടുന്ന് പേപ്പർ നീങ്ങുന്നില്ല. അവിടത്തേക്കും ഇത് കണ്ടിട്ട് ഈ ചാക്കോ തന്നെ ചെയ്താൽ പോരെ, എന്നാ ഞാൻ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഒപ്പിടാൻ പറഞ്ഞു. ഒപ്പിട്ട് ചാക്കോ ചെയ്യണം, വേറെ ആരും ഏൽപ്പിക്കരുത്, ചാക്കോ തന്നെ ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാക്കോ വേറെ ആരും ചിക്കൻ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ വിഷയം തീർന്നു. ഇങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിലാണ് ഒരുത്തൻ നോക്കി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി കിടക്കുന്നു. കാരണം ഞാനത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ പോയി നിൽക്കുമ്പോൾ ആ കസേര അവിടെ വെറുതെ കിടക്കുക. ക്ഷീണിച്ച് നടന്ന് ആരും കയറിയിരുന്നു. അവിടെ ഒരു കസേര കിടന്നു, അയാൾ കയറിയിരുന്നു. ഈ മുഖ്യമന്ത്രി അവിടെ ചെന്നിട്ട് ചിരിക്കുക. അതെ, ഇത് കണ്ടോണ്ട്. അതേസമയം പിണറായി വിജയന്റെ ആയിരുന്നെങ്കിൽ അയാളെ എടുത്തിട്ട് അടിച്ചേനെ വെളി വരത്തില്ല. ഉളുക്കാത്ത പെടലിക്ക് വേണ്ടി 5 പിള്ളേർ 14 ദിവസം അതിൽ കിടന്നു. എന്നിട്ട് ഇപ്പോൾ ആ വിഷയം എന്ത് ചെയ്യും? സത്യത്തിൽ ആ പിള്ളേരാണ് ആറന്മുള പ്രചരണം നടത്തുന്നത്. അവരാണ് നടത്തേണ്ടത്. അതാ അവർ ഇത് പറയുമ്പം ഒരു കാര്യം പറയാം. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ഒരു പയ്യൻ, ഒരു തോമസ്, നമ്മുടെ പുതിയ മത്സ്യത്തൊഴിലാളി. അതെ, ഞാൻ മീൻ പിടിച്ച് നടക്കുന്ന ആ പയ്യൻ എങ്ങനെയാണെന്നറിയാം സ്ഥാനാർത്ഥിത്വം കിട്ടുന്നത്? അത് നവകേരള സദസ് നടന്നില്ലേ? അതെ, അന്ന് ഇവന്മാര് കരിങ്കൊടി കാട്ടി രക്ഷാപ്രവർത്തനത്തിന് ഇവന്മാര് എടുത്തിട്ട് അടിച്ചു. ആ മുഖ്യമന്ത്രി ഗൺമേൻ ഇറങ്ങി വന്ന് തല്ലിയല്ലോ. ഒരു പെങ്കൊച്ചിനെ ഇതുപോലെ അടിച്ചു, വല്ലാത്ത അവസ്ഥ. അത് ഹരിപ്പാടുള്ള അവള് പിന്നെ എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായിട്ട് പറയുന്നുണ്ട്. അത് വേറൊരു കേസിലാണ്. എന്നിട്ട് ഈ പയ്യനെ അടി കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ സീറ്റ് കിട്ടി. രസകരം ഈ അടിയുടെ കാര്യത്തിൽ പ്രതിഷേധിക്കാൻ, അതിന് വേറെ തമാശമാണ്. ഇപ്പൊ അടിയുടെ കാര്യത്തിൽ പ്രതിഷേധിക്കാൻ വേണ്ടി അന്നൊരു ജോബ് എന്ന് പറയുന്ന അന്നത്തെ ഒരു KPCC ജനറൽ സെക്രട്ടറി, പാർട്ടി മാറി BJP. ഈ രണ്ടുപേരും അന്ന് ആക്രമിക്കപ്പെട്ട രണ്ടുപേരും ഇപ്പൊ മത്സരിക്കുകയാണ്. ജോബ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട്. ജോബിന് ഇവിടെ അമ്പലപ്പുഴ കിട്ടുമെന്ന് പറഞ്ഞില്ല. ജോബാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. ജീസുദാരം വന്നപ്പോ പുള്ളിക്ക് അത് പോയി. അപ്പം ഈ തോമസ് ആ ഒറ്റ കാരണം കൊണ്ട് സീറ്റ് കിട്ടി. അതായത് ജയിക്കും സാധ്യതയുണ്ട്. കാരണം തീർത്തും സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വെറും സാധാരണക്കാരൻ. ഞാൻ ആ പയ്യനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ല. ഞാൻ അതിലെയാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയിട്ട് വന്ന വഴിക്ക് ഈ ആലപ്പുഴ അടുത്ത മാരാരിക്കുളം ഭാഗത്ത് വന്നപ്പോഴത്തേക്കും റോഡ് ഷോ പോവുക. അപ്പോൾ ഈ പയ്യനപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഞാനപ്പോൾ ഈ ഗ്ലാസ് താത്തിട്ട് ഈ പയ്യൻ അവിടെ നിന്ന് ഇങ്ങനെ ഓടി വന്ന് ചണ്ട് കൈ ചേട്ടാ അനുഗ്രഹിക്കണേ, പ്രാർത്ഥിക്കണേ, സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് അവൻ പോയപ്പോൾ റോഡ് ഷോയുടെ ഇടയിൽ നല്ല പയ്യൻ. അപ്പം അടിക്ക് അങ്ങനെ കൊണ്ട് ഗുണം, അത് വേറെ കാര്യം. അവന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെ, അടി കിട്ടിയിട്ടുള്ളൂ. അല്ല, അടി കിട്ടിയിട്ട് ഗുണം ഉണ്ടായത് അവരേ ഉള്ളൂ. എനിവേ, അപ്പം ഈ ധാർഷ്ട്യം എന്ന് പറയുന്നത് ഒരു ഗൗരവമേറിയ വിഷയമാണ്. അതുകൊണ്ടാണല്ലോ
നമ്മൾ ഓരോ കാര്യം ആലോചിച്ച് നോക്കൂ. പിണറായി ഒരു മൈക്ക് വലിച്ചു പറിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു കഥയുണ്ട്. ഇപ്പോൾ അങ്ങ് നിർത്തി, ഇപ്പോൾ ആ പരിപാടി നിർത്തി. ഈ മൈക്കിന്റെ പരിപാടി അതിനുശേഷം നിരന്തരം ഇപ്പൊ ഇന്നലെ തിരുവല്ലയിലും പ്രശ്നം. മൈക്കിനെ പിണറായി കാണുമ്പോൾ പേടിയാ പിടിച്ച് ഇങ്ങനെ ഒടിച്ച് കിടങ്ങും പറഞ്ഞ കളയുമായിരുന്നു. ആ മൈക്കിന്റെ ഓളിയും കൂടി പോയതിന്റെ പേരിൽ മൈക്കിനെതിരെ കേസെടുത്തു. മൈക്ക് സെറ്റുകാരനെതിരെ കേസെടുത്തിട്ട് അത് മൈക്കിനെതിരെ കേസ്, മൈക്ക് സെറ്റുകാരനെതിരെ കേസെടുത്തു. വധിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞായിരുന്നു അല്ലേ? മൈക്കിനെതിരെ എന്തോ കേസുണ്ട്. അതുപോലെ തന്നെ എന്തെല്ലാം ധാർഷ്ട്യങ്ങള്, പൊട്ടിത്തെറികള്. ഞാൻ ആ കാട്ടാക്കടയിലെ ഒരു പരിപാടി IV സതീഷും ശിവൻകുട്ടിയും പങ്കെടുക്കുമ്പോൾ അമ്പലത്തിൽ നിന്ന് മൈക്ക് വരുന്നെന്നും പറഞ്ഞു, വെട്ടമടിക്കുന്നെന്നും പറഞ്ഞു പ്രശ്നം. വെട്ടമടിക്കുന്നു. ആ സ്റ്റേജിനകത്ത് എൻ്റെ കണ്ണിലോട്ട് വെട്ടമടിക്കുന്നത്. അങ്ങനെയാണ് വിളക്കൂതി വിജയൻ എന്നുള്ള പേര് വരുന്നത്. അങ്ങനെയുണ്ടോ? ആ, വിളക്കൂതി വിജയൻ എന്നൊരു പേര് വന്നു. അതായത് ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത അമ്പലത്തിൽ നിന്ന് അവിടുത്തെ ഈ ലൈറ്റ് വെച്ചിരിക്കുന്നത് നേരെ കണ്ണിലോട്ട് അടിക്കുന്നു. പുള്ളിക്ക് അപ്പോൾ അത് ഭയങ്കര ഇതായി കഴിഞ്ഞ് പുള്ളി അവിടെ നിന്ന് പെട്ടെന്ന് പോയി ഓഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ വ്യൂസ് അല്ല ഊരി. അന്ന് വീണ പേരാണ് വിളക്കൂതി വിജയൻ. അല്ല, ഒരു വിചിത്ര കഥാപാത്രമാണ്. അപ്പോൾ ഈ കഥാപാത്രം എന്ന് പറയുന്നത് ഈ അഹങ്കാരവും ഈ അധികാര പ്രമത്തതയും തലേ കയറിയിട്ട് അടിസ്ഥാനപരമായി ഭീരുവാണ്. അതാണ് എല്ലാവരും നോക്കൂ. കേരളത്തിൽ ഞാൻ എപ്പോഴും ചോദിക്കും, നിങ്ങൾ ഈ ഭീരു നോക്കി കേരളത്തിൽ പിണറായി വിജയൻ എന്തിനാണ് ഈ ഇത്രയും അകമ്പടി? ആരാണ് പിണറായി തട്ടാൻ പോകുന്നത്? ഇവിടെ പിന്നെ പ്രധാനമന്ത്രി വരുമ്പോൾ ഇത്ര അകമ്പടി. പ്രധാനമന്ത്രി ഒരു പോട്ടെ, ഞാൻ പറഞ്ഞ ഇവരെല്ലാം തല്ലിക്കൊരുന്ന് പറഞ്ഞാൽ ഞാനൊരു അകമ്പടിയിലല്ല ജീവിക്കുന്നത്. അപ്പൊ ഏതൊരു മനുഷ്യനും, അതായത് ഭീഷണി നമുക്കുണ്ടായിട്ട് പോലും നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാം. പിണറായി വിജയന് നാട്ടുകാരെ വിശ്വാസമില്ല. അത് ഓർക്കണം, സകലരും CPM കാരാണ്. പിണറായി ആരെന്ത് ചെയ്യാൻ? മുഖ്യമന്ത്രിയല്ലേ. ആ ഒരു ഭീതി കൊണ്ടുകൂടിയാണ് തുടർഭരണം അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഈ ഒരു വലിയ കവചിത സൈന്യത്തിന് നടുവിൽ മരിക്കുന്നിടം വരെ പോകണമെന്നുള്ളൊരു ആഗ്രഹമാണ് പുള്ളിക്ക്. അതുകൊണ്ടാണ് വീണ്ടും ഇതിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയ്യോ ഞാനിനി എന്തായി മാറുമോ. 10 വർഷം രാജാവിനെ പോലെ ജീവിച്ച പിണറായി വിജയന് ഒരു കാരണവശാലും അധികാരമില്ല ജീവിക്കാൻ പറ്റത്തില്ല. അതാണ് അവിടെയാണ് 10 വർഷം അടിപൊളി രാജാവായിരുന്നു അല്ലേ? അക്ഷരത്തിൽ രാജാവായിരുന്നു. ചിന്തിക്കാൻ, ആലോചിക്കുമ്പോൾ പരിസരത്തും ആളും ഖജനാവിലെ പണവും. കക്കൂസുള്ള ബസ് വരെ കൊടുത്തില്ലേ? എന്നിട്ട് ആ ബസ് എവിടെ? നവകേരള ബസ് എവിടെ? ഞാൻ പറഞ്ഞത് ഈ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒരു 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 ഇതുവരെ കേരളം ഇങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, അന്ന് ഞാൻ DYFI പ്രവർത്തിക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങളൊക്കെ അന്ന് കരുണാകരൻ ടാറ്റ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു കാർ മേടിച്ചത് നടുവിന് പ്രശ്നമായതിനു ശേഷം, ആക്സിഡന്റിന് ശേഷമല്ലേ? ആണോന്ന് അറിയത്തില്ല. ആണോ? ആക്സിഡന്റിന് ശേഷം അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ നീന്തൽക്കുളം വരുന്നു. അതുപോലെ ഈ സഞ്ചരിക്കാൻ ഒരു പ്രത്യേക വാഹനം വരുന്നു. ആ വാഹനം ഈ ടാറ്റ. അപ്പോഴാണ് എനിക്കറിയത്തില്ല. അപ്പം അന്ന് അംബാസഡർ മാത്രം ഉപയോഗിക്കാവുന്നല്ലോ. അപ്പം നമ്മൾ അഹങ്കാരം മറ്റേതാ മറിച്ച് അന്ന് നായനാർ പറഞ്ഞു ഞാൻ എൻ്റെ പട്ടിയെ കുളിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് ആ സ്വിമ്മിംഗ് പൂളാണ് ഇപ്പൊ പുള്ളി ചൂടാക്കി ഉപയോഗിക്കുന്നത്. എന്തിനേറെ വീട്ടിലേക്ക് കയറാൻ, അതായത് 2 ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് 25 ലക്ഷം. അതാണ് തീർത്ത് വയ്യ. പക്ഷെ അധികാരത്തിന് ഒഴിയത്തില്ല. അധികാര പ്രമത്തതയാണെന്ന് സുധാകരനെ ചീത്തം വിളിക്കും. ഞാൻ പറയുന്നത് ധാർഷ്ട്യത്തിന്റെ ഒരു 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 ഭീകരത. അത് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞില്ലേ, ഏകാധിപതികൾക്കെല്ലാം ഒരു മുഖമേ ഉള്ളൂ. ഏകാധിപതികൾക്ക് എപ്പോഴും എന്താ അധികാരം കയ്യിൽ, അധികാരം അവർക്ക് വേണം. അവരൊരിക്കലും ഏകാധിപതികൾ അധികാരം വെച്ചൊഴിയാൻ ഒരിക്കലും തയ്യാറല്ല. എത്ര പുട്ടിയിട്ടാലും, എത്ര അവര് അഭിനയിച്ചാലും, എത്ര ചിരിച്ചാലും ഇവർ അടിസ്ഥാനപ്പെട്ട് നമ്മൾ അതാണല്ലോ സി ദിവാകരൻ പറഞ്ഞല്ലോ, ചൂരമീനിന്റെ കഥ. ഈ ചൂരമീനിന്റെ കഥ അതിന് മുമ്പ്, ഈ വിവാദം ഉണ്ടാകുന്ന മുമ്പ് എന്നോട് അതല്ലാതെ അതേപോലത്തെ ഒരു കഥ എന്നോട് അന്ന് ഈ നവകേരള യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടി ലോക്കൽ സെക്രട്ടറി, അയാളിപ്പോൾ ഇല്ല, കേരളം വിട്ടുപോയി. അയാൾ എന്നോട് എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു അയാൾക്കായിരുന്നു ചുമതല. അന്ന് അയാൾക്ക് വേണ്ടി ചൂരമീനൊക്കെ അന്ന് അയാൾക്ക് വേണ്ടിയിരുന്നത് നീണ്ടകരയിലെ മീൻ വേണമെന്നാണ് പറഞ്ഞിരുന്നത്. ഒറിജിനൽ ഫ്രഷ് മീൻ, ഒറിജിനൽ മീൻ വേണം. പക്ഷെ ഇവർക്ക് നീണ്ടകരയിലെ മീൻ കിട്ടിയില്ല. ഇവർ വിഴിഞ്ഞത്തുനിന്ന് മീൻ കൊണ്ടുവന്ന്. ഈ മീൻ എവിടുത്തെയാന്ന് ചോദിച്ചു. പിണറായി വിജയൻ മീൻ എടുത്ത് രുചിച്ചിട്ട് അപ്പം തന്നെ തട്ടിയെന്ന് പറഞ്ഞു. നീണ്ടകര മീൻ അറിയാം, നീണ്ടകര പിണറായിക്ക് അറിയാം. ആഡംബര ജീവിതമാണ്. കാരണം എല്ലാ ദിവസവും തീൻമേശയിൽ ഇതായിരിക്കും. കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞു കണ്ടില്ലേ ആ കപ്പ്, അതാ ഏറ്റവും എന്തൊരു വൃത്തികെട്ട ഡയലോഗ് അദ്ദേഹം പറ്റിയിരിക്കും. മറ്റേ കപ്പ് അപ് ടു ബാക്ക് ആൻഡ് മൂൺ എഴുതിയ കപ്പില്ലേ, ആ കപ്പ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാന്നാ പുള്ളി പറഞ്ഞത് കഴിഞ്ഞ ദിവസം ജോണി ലൂക്കോസിന്റെ ഇന്റർവ്യൂവിൽ. എന്ത് ചെയ്യാനും ഞാൻ പറഞ്ഞ ഇതെല്ലാം ഈ PR വർക്കാണ്. നമ്മൾ കാശെടുത്ത് PR വർക്ക് ചെയ്ത് ഇതെന്തോ വ്യഭിചാരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഗണേഷ് കുമാറിന്റെ അത് കുടുംബ പ്രശ്നമാണ്. ഓർക്കണം, ഗണേഷ് കുമാറിന്റെ ഭാര്യ ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീസിൽ ഒരു സ്ത്രീയെ ദുരുപയോഗിക്കുകയാണ്. അതെ, ഓഫീസല്ല, സ്വന്തം വീട്ടിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു ദുരുപയോഗിക്കുന്നു. ഈ ദുരുപയോഗിക്കുന്ന പോലീസ് കാവലിലാണ്. അതാ ഇതിനെ ചോദ്യം ചെയ്ത് അത് കുടുംബ പ്രശ്നം, മറ്റേത് വ്യഭിചാരം. നാട് മുഴുവൻ നടന്ന് വ്യഭിചാരം. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്.
ഒടുവിൽ പിണറായി വിജയന്റെ വായിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യഭിചാരമാണെന്ന് വന്നല്ലോ. അതെ, വ്യഭിചാരം എന്ന് പറയുന്നത് നിയമപരമായി തെറ്റല്ല. വ്യഭിചാരം എന്ന് പറയുന്നത് പിണറായി വിജയന് നന്നായിട്ട് അറിയാം. പിണറായി വിജയൻ ഓഫീസിൽ ഒരുപാട് വ്യഭിചാരികളുണ്ട്, അറിയപ്പെടുന്ന വ്യഭിചാരികളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, നമുക്കറിയാമല്ലോ, നമുക്കൊക്കെ അറിയാമല്ലോ. ഏത് സ്ത്രീയെ കണ്ടാലും രുചിച്ചു നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ പ്രായത്തിലും പ്രമുഖരൊക്കെ ആ ഓഫീസിൽ ഇരിപ്പുണ്ട്, സകലർക്കും അറിയാം. അത് സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ടാവും അദ്ദേഹം അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്. അല്ല, ഈ വ്യഭിചാരി എന്ന് പറയുന്നത് അതെന്താണെന്നറിയോ, ഞാൻ എന്നും പറയാറുള്ള കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന അസൂയ. അതെ, അതായത് ഈ പറയുന്ന സ്ത്രീകളെ മണത്ത് നോക്കുന്ന മുഖ്യമന്ത്രി ഓഫീസിൽ ഇരിക്കുന്നവരടക്കമുള്ളവർക്ക് കിട്ടുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന റിട്ടയർ ചെയ്ത ആളുകളൊക്കെ ആയിരിക്കും. അതായിരിക്കാം. അപ്പൊ ഇവൻ ഈ കൊച്ചു പിള്ളേരെ കിട്ടുന്നു എന്നുള്ളത് ഇവന്റെ അസൂയാണ്. ഈ പറയുന്ന ആളുകൾ കൊതിക്കറിവാണ്. അപ്പൊ നോക്കൂ, പിണറായി പറയുകയാണ് നാട് നീളെ വ്യഭിചാരം ചെയ്തെന്ന്. നാട് നീളെ ബലാത്സംഗം ചെയ്തെന്നല്ല പറഞ്ഞത്, വ്യഭിചാരം. അപ്പം ഇത് ബലാത്സംഗമല്ല എന്ന് പിണറായിക്ക് അറിയാം. എന്നിട്ടും പ്രത്യേക അന്വേഷണ സംഘത്തെ ഉണ്ടാക്കി ഈ പയ്യനെ പിടിച്ച് അകത്തിട്ട് അവർ നിർവൃതി. അവനെന്താ മറുപടി പറഞ്ഞിട്ടുള്ള? അവൻ മറുപടി പറഞ്ഞത് എന്താ, കുടുംബ പ്രശ്നം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഗണേഷിൻ്റെ വിട്ടപ്പോൾ അന്ന് കുടുംബ പ്രശ്നമായിരുന്നു, അന്ന് നിങ്ങൾ രാജിവെക്കണമെന്ന് പറഞ്ഞു. പിന്നെ വേണ്ട, അടിനാഭി, ഒരു സ്ത്രീയുടെ അടിനാഭി കലക്കി ചവിട്ടി കലക്കി സ്വന്തം വീട്ടിൽ കയറ്റി വെച്ചിട്ടില്ലയോ മറ്റേ റിയാസിന്റെ കാര്യമാണ്. അതായത് അയാളുടെ ആദ്യ ഭാര്യ ഇയാൾ ക്രൂരമായിട്ട് ഗാർഹിക വാർത്തകൾ വന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവരത്തെ എടുത്തു വെച്ചിട്ടാണ് ഇയാൾ വലിയ ഡയലോഗ് വിടുന്നത്, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം തിരികെ പോസ്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇയാൾക്ക് വലിയ ശത്രുതയാണ്. കാരണം ഇതുപോലെ ഉരുളയ്ക്കുപ്പേരി ഇവർ പറയാനും വെല്ലുവിളിക്കാനും ഇയാൾക്കുള്ള കൽപ്പ് വേറെ ആർക്കും. കോൺഗ്രസ് പക്ഷത്ത് അത്രയും ഭംഗിയായിട്ട് മറുപടി കൊടുക്കാനും അത്രയും ഭംഗിയായിട്ട് ട്രോളാനും ഒന്നും വേറെ ഒരു നേതാക്കളെ കൊണ്ടും പറ്റത്തില്ല. അത് രാഹുലിന് അക്കാര്യത്തിൽ ഒരു പ്രത്യേക കഴിവാണ്. എന്തായാലും പിണറായി വിജയൻ എന്ന ധാർഷ്ട്യക്കാരൻ്റെ തനിനിറം വീണ്ടും പുറത്തു വന്നിരിക്കുന്നു. ഈ ധാർഷ്ട്യം, ഇതാണ് പിണറായി വിജയൻ. എത്ര പുട്ടിയിട്ടാലും അത് ശരിയാവത്തില്ല. അതൊരു നീലക്കുറുക്കനെ പോലെ തന്നെയാണ്, നിലാവ് കാണും ഓരിയിടും. ഈ പിണറായി വിജയൻ്റെ ധാർഷ്ട്യം ഈ സമയത്ത് പുറത്തു വരേണ്ടത് ഈ സമൂഹത്തിന് ആവശ്യമായിരുന്നു. കാരണം അദ്ദേഹം മഹാനാകാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ മഹാനാവേണ്ടെന്ന് അയ്യപ്പൻ തന്നെ കൽപ്പിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. ഇനി ഇത്തരത്തിൽ ഇവർ നുണ പറഞ്ഞ് ഊതിപ്പെരിപ്പിച്ച ഇത്തരം പല കള്ളക്കഥകളും വരാൻ പോകുന്ന ഒരു 1.5 ആഴ്ച കൊണ്ട് പുറത്തേക്ക് വരികയും ഇവരുടെ തനിനിറം ജനം തിരിച്ചറിയുകയും ഇവരെ ആട്ടിപ്പായിക്കുകയും ചെയ്യും എന്ന് തീർച്ച. നന്ദി, നമസ്കാരം.